ഗൈസ്, അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇത് ഈ റിസോർട്ട് നോക്കിക്കുക. കാശ മാരാരി നമ്മുടെ ആലപ്പുഴ മാരാരിക്കുളത്തുള്ളതാണ്. ഇവിടെ ചുമ്മാ പപ്പ അമ്മ ഞാൻ നിധി ഫാമിലി ആയിട്ട് ചുമ്മാ ഒരു 1 ഡേ സ്റ്റേ ആണ്. കമോ, നല്ല അടിപൊളി റിസോർട്ടാണ് കേട്ടോ. അപ്പം നിധിയുടെ ബർത്ത്ഡേയുടെ ബാക്കി പരിപാടിയായിട്ട് ഞങ്ങൾ പപ്പ അമ്മ ഞാനും നിധിയും കൂടെ ഒന്ന് ജസ്റ്റ് ഫുഡ് കഴിക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ്. അപ്പം ഇപ്പോൾ നമ്മുടെ മാരാരിയുടെ അവിടെ ഒരു കാസ മാരാരി എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്. അപ്പം ഞങ്ങൾ ചുമ്മാ ഒരു ദിവസം അവൻ പോണതിന് മുന്നേ ഇവിടെ ഒന്ന് സ്പെൻഡ് ചെയ്യാമല്ലോ എന്നോർത്ത് ഇവിടെ വന്നേക്കുവാണ്. നൈസായിട്ടുണ്ട് കേട്ടോ ഈ സ്ഥലം. ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കാണിച്ചു കൊടുത്തേക്ക്. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, സൈക്ലിംഗ് ഉണ്ട്. ഇതിവിടെ ഒരു പൊഴി പോലൊരു സ്ഥലമുണ്ട് കേട്ടോ. ഇവിടെ അപ്പോഴത്തേക്കും ബോട്ട് മീൻസ് സാധാ വള്ളത്തിലൊക്കെ ബോട്ടിംഗ് ഒക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം എന്തായാലും നിധിയുടെ ബർത്ത്ഡേ അടിപൊളിയാക്കി പൊളിക്കാമല്ലോ എന്നോർത്ത് ബാക്കി അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ കാണിച്ചു. ഞങ്ങൾ അതിൻ്റെ ആ ഒരു താഴത്തെ റൂം ജസ്റ്റ് ഞങ്ങൾക്ക് സ്റ്റേ ഒന്നുമില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒരു ഇതായിട്ട് എടുത്തുള്ളൂ. ഇവിടെ ഊഞ്ഞാലുണ്ട്, ഇവിടെ ഇരിക്കാം. ഇവിടെ പാർട്ടി ഫുട്ബോൾ കോർട്ട് ഉണ്ട്. ഇവിടെ പാർട്ടി എന്തെങ്കിലും ഇവൻറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നടത്താം. ഇത് ബോർഡ് അവിടുന്ന്, സോറി ഫുട്ബോൾ അല്ല ബാസ്കറ്റ് ബോൾ, എന്തോ ഒരു ബോള്. പിന്നെ അവിടെ അതേ ഒരു ഓപ്പൺ ഹട്ട് പോലത്തെ സ്ഥലമുണ്ട്. അടിപൊളിയാണ് കേട്ടോ, നല്ല ഏരിയ ആണെങ്കിലും നൈസായിട്ടുണ്ട്. അവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഞങ്ങളുടെ റൂം ഒന്ന് നല്ല നൈസായിട്ടുണ്ട് കേട്ടോ. ഒരു ഫാമിലിക്കാണെങ്കിൽ അല്ലേ, നല്ല സ്പേഷ്യസ് ആണ്, നല്ല ബാത്റൂം ഒക്കെ ഉണ്ട്. കൊള്ളാം കൊള്ളാം. ഒരു കിഡിലും ഫീച്ചർ ഉണ്ട് കേട്ടോ ഇവിടുത്തെ ബാത്റൂമിൽ. ഞാൻ കയറിയപ്പോൾ കണ്ടത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. അടിപൊളിയല്ലേ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തത് കാണുന്നത്. വീട്ടിൽ നിന്ന് ഓപ്പൺ ആയിട്ട് ഇപ്പം നമ്മൾ മറ്റേ മഴ പെയ്യുമ്പോൾ കുളിക്കുന്നതല്ല, പക്ഷെ ഇവിടെ ഷവറുണ്ട്. പക്ഷെ ഒരു നല്ല രസമുണ്ട്, ഒരു നേച്ചറായിട്ട് മിങ്കിൾ ചെയ്ത് മറ്റേ ഇണങ്ങിയല്ലല്ലോ ഇതായിട്ട് നിൽക്കുന്ന പോലെ നല്ല രസമായിരിക്കും. ഹായ്, എന്തായാലും വീട്ടിൽ നിന്ന് കുളിച്ചില്ല, നീതിയൊന്നും അപ്പം എനിക്കിത് കണ്ടപ്പോ കുളിക്കാൻ തോന്നി. ചുമ്മാ മുറ്റത്ത് കൂടെ ഒക്കെ നടന്നോണ്ടിരിക്കായിരുന്നു. അപ്പൊ ഒരു കിടന്ന് ഇനി കുറച്ചൊരു കുഞ്ഞല്ലാടാൻ തോന്നുന്നു. അടിപൊളി, നല്ല നൈസായിട്ടുണ്ട്. നല്ലൊരു നേച്ചർ അറ്റ്മോസ്ഫിയർ. കുറെ നാളെ ഇങ്ങനൊരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് നല്ല റെസ്റ്റ് എടുക്കാൻ തോന്നി. ഇവിടെ കിടന്ന് ഉറങ്ങായിരുന്നു. നമുക്ക് പോവാം, ഞങ്ങള് പോകുന്നു. ടാറ്റ. നീതി കൊടുക്കണം പറയിച്ചോട്ടെ. ഇവിടെ കുറെ നല്ല മരമൊക്കെ ഉണ്ട് കേട്ടോ. ഇത് ചെമ്മിൻപുളി, ഇതെന്താ ചെമ്പകം അല്ലേ, ചാമ്പക്ക. അമ്മ പറഞ്ഞ കൈൻഡ് ഓഫ് ചാമ്പക്ക. അത് ഇത് നോക്കിക്കേ, നാരങ്ങ മുള്ള് കണ്ട, നല്ല കട്ടി മുള്ള്. ഇതുകൊണ്ടിട്ടാണ് മറ്റേ ചെറുക്കന്മാരൊക്കെ സ്റ്റഡ് അടിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ കാത് ഇതുകൊണ്ടാണ് കുത്തിയത്, അമ്മയുടെയൊക്കെ കാതൊക്കെ ഇതുകൊണ്ടാണ് കുത്തിയെന്നൊക്കെ പറയുന്നതാണോ? നേനുണ്ടായിരുന്നോ? പിന്നെ സപ്പോർട്ടിക്ക, ചിക്കു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചിക്കു ഷേക്ക്, മാവ്, വാഴ വാഴ നൈസായിട്ടുണ്ട്. ഇവിടെ കുറെ വാഴ ഉണ്ട് കേട്ടോ, ഒരെണ്ണം വന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് ഇവിടെ ഇരുന്ന് കഴിച്ചാ പോരെ. നമുക്ക് ഇവിടെ ഇരുന്ന് എന്റെ പുതിയ കൊട കാണിച്ചേ.
ഞങ്ങൾ ഈ കുട എൻ്റെ പുതിയ കുടയാണ്. ഞാനൊരു സ്ഥലത്ത് പോകാൻ വേണ്ടി വാങ്ങിച്ചതാണ്. പക്ഷെ വാങ്ങിച്ച് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് ആ ട്രിപ്പ് ക്യാൻസൽ ആയി. എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ട് അയ്യോ കൊണ്ടുവന്നതാണ്. കുഞ്ഞു ഫാൻ, ലൈറ്റ്, ഓടൊക്കെ ഇട്ട് ഒരു പണ്ടത്തെ വൈബല്ലേ, ഒരു ഫീലിംഗ്. ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ നമുക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം. കമോൺ. നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറേ അവിടെ ഒരു കുഞ്ഞ് ലൈബ്രറി ഒക്കെ ഉണ്ട്. അവിടെ ഒരു ചെറിയ ലൈബ്രറി സെറ്റപ്പ് ഉണ്ട്. പിന്നെ അതിവിടെ സൈക്ലിങ്ങിനാണെങ്കിൽ സൈക്ലിംഗ് ഉണ്ട്. ഇൻഡോർ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഡോർ ഔട്ട്ഡോർ കുറേയൊക്കെ ഉണ്ട് കേട്ടോ. കമോ ഫുഡ് എന്താണെന്നോ വിശക്കുന്നു. കേട്ടോ നല്ല ബിരിയാണി, ചിക്കൻ ഫ്രൈ വിത്ത് പപ്പടം, സാലഡ്, അച്ചാറ് എല്ലാം കഴിച്ചു. യമ്മി. കൊള്ളാം. കളിയാക്കിയതല്ല കേട്ടോ. ഞാൻ ബിരിയാണി ഓൺലൈൻ ഫേവറേറ്റ് ആണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ചിക്കൻ കൂടെ കഴിച്ചു കേട്ടോ. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ കഴിക്കാൻ വേണ്ടി പോകണം കേട്ടോ എല്ലാവരും. ഓക്കെ കഴിക്കേണ്ട വശം കട്ട് ചെയ്തോട്ടെ. ബൈ. ഇനി കുറച്ച് ഫുട്ബോൾ അല്ലല്ലോ, ബാസ്കറ്റ്ബോൾ ആണേ. ഞാൻ ഇവിടെ അറിയാൻ നോക്കാം. എന്തോ കളിച്ചിട്ടുള്ളൂ, കളിച്ചിട്ടൊന്നും ഇല്ല. എന്നാലും അല്ല ഇവിടെ അടുത്തൊന്നും അറിയും. ആദ്യം അത്രയും പൊങ്ങട്ടോ. അതളകി പോവാ. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി ആയിരുന്നു. ഭയങ്കര ഹെവി ആയിരുന്നു. കഴിച്ച് ഞങ്ങളിങ്ങനെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇരിക്കണം. ഇഷ്ടപ്പെട്ടോ ഇവിടെ? ഇഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു. നിധി നല്ല എക്സ്പീരിയൻസ്, നല്ല സ്ഥലമാണ് കേട്ടോ. ഞാൻ എന്തായാലും ലൊക്കേഷനും ഡീറ്റെയിൽസ് ഒക്കെ താഴെ കൊടുത്തേക്കാം. അടിപൊളിയായിട്ടൊരു പ്രൈവറ്റ് ഏരിയ, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി അങ്ങനെ ഉണ്ട്. നൈസാണ്. ഒരു ഇപ്പോൾ പൊടി മഴയൊക്കെ പെയ്യുന്നുണ്ട്, നല്ല രസമുണ്ട്. ഞങ്ങളേതായാലും കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇപ്പോൾ ഒരു ഗസ്റ്റ് വരുന്ന പറഞ്ഞിട്ട് റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട് മോനെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഞാൻ ടിവിയിലും ഫിലിംസിലൊക്കെ മാത്രമേ കണ്ടിട്ടുള്ളതാമോ. നൈസായിട്ടില്ലേ? റോസ് ഒക്കെ വെച്ച് കപ്പിൾസ് ആണെന്ന് തോന്നുന്നു. ഫ്ലവറൊക്കെ വരച്ച് വെച്ച് നൈസായിട്ടില്ലേ? ഞാൻ കറങ്ങി വരാം. ഞങ്ങൾ സൈക്കിളൊക്കെ ചവിട്ടി ആകെ ടയേർഡായി. പക്ഷെ അടിപൊളിയായിരുന്നു കേട്ടോ. ഇനി കുറച്ച് ബുദ്ധി ഉപയോഗിച്ചുള്ളതല്ലേ. ഞാനേ ജയിക്കത്തുള്ളൂ. വാ, ചെസ്സല്ലേ, ക്യാരംസ്. സംഗീതയും ഞാനും നിധിയും കൂടെ ഉള്ള ടൈപ്പ് കോമ്പറ്റീഷൻ ആണ്. ഞാൻ ഔട്ട് ഇടും. സംഗീത ഒരു ദിവസം വന്ന ടൈം ഇപ്പൊ തന്നെ വൈകിട്ടായിരുന്നു. ഞങ്ങൾക്ക് ഇനി എന്തൊക്കെ ചെയ്യാനുണ്ടെന്ന് അറിയാം. അവിടെ കുറച്ചും കൂടെ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും. ചെയ്തില്ല ഞങ്ങൾ, സമയമില്ല. 1-2 ദിവസമൊക്കെ ഇല്ലെന്നായിട്ട് സ്റ്റേ ചെയ്തിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് എല്ലാം ചെയ്ത് എല്ലാം എക്സ്പ്ലോർ ചെയ്ത് പയ്യെ പോകായിരുന്നു. ടയേർഡായി. വാ ഇനി കളിക്കാം. ഇതാണ് നമ്മുടെ ക്യാരംസ് ബോർഡ്. ഇത് സ്ട്രൈക്കർ, ഇത് 5 ആണ്. ഈ കോർട്ട് ഇത് വൈറ്റ്, ഇത് 2, ഇത് ബ്ലാക്ക്, ഇത് 1. അറേഞ്ച് ചെയ്യട്ടെ. ഫസ്റ്റ് ഞാൻ അടിക്കാൻ പോണേ. ഇതൊക്കെ ഞാനിപ്പോൾ അടിച്ചു പൊട്ടിക്കാൻ നോക്കിക്കും. ടീച്ചറാ മിന്നിച്ചേക്കണേ. ഇനി നിധി അങ്ങനൊന്നും ഇല്ല. ഇപ്പൊ ജസ്റ്റ് എന്തെങ്കിലും അടിച്ചേക്കാം. അയ്യേ നീങ്ങുന്നില്ല. 4 ഇവിടെ കയറ്റി വെക്ക്. 4 ഒഴുകി പോകുന്നതാണ്. ഞാൻ ഒരെണ്ണം അടിച്ചിട്ടിട്ട്
ഇപ്പൊ നമുക്ക് ഗെയിം ഉണ്ട്. ഞാനിപ്പോ അല്ല ഇതിനെ കണക്ട് പിന്നെ അല്ല ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ നമ്മള് പണ്ടേ വിട്ട കളി, ഇതൊക്കെ പണ്ടേ വിട്ട്. ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിരുന്നു. നിധിയുടെ ബർത്ത്ഡേ ഡേ മാത്രമല്ല ബർത്ത്ഡേ വീക്ക് ഫുൾ അടിപൊളിയായിട്ട് സ്പെൻഡ് ചെയ്തല്ലേ. ബാംഗ്ലൂരിൽ നിന്ന് ബർത്ത്ഡേക്ക് 2 ആഴ്ച ലീവ് എടുത്ത ബർത്ത്ഡേക്ക് വന്നത്. ഇനിയിപ്പം തിരിച്ച് റിട്ടേൺ കയറ്റി വിടുവാണ്. അതുകൊണ്ട് ഫാമിലിയൊക്കെ ആയിട്ട് നന്നായിട്ട് സ്പെൻഡ് ചെയ്ത് മതി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത്. അപ്പം ബൈ ബൈ. இறங்கி வந்து மார்பில் ஒளிந்து கொள்ளவா, மார்பில் ஒளிந்து கொண்டால் மாற